പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, റിസൾട്ടും വന്നു, സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. പക്ഷെ ചിലരിപ്പോഴും പാലക്കാട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ്സുകാർ കസേര കൊടുത്തു. അപ്പോൾ അതാ പാലക്കാട്ടേക്ക് വേണ്ട വിധത്തിൽ ക്ഷണിച്ചില്ല, ചുമതലയൊന്നും കൊടുത്തില്ല എന്നും പറഞ്ഞ് ചാണ്ടി ഉമ്മൻ. എനിക്കൊരു വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, അതൊരു ഫാക്റ്റ് അല്ലേ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് എല്ലായിടത്തും പോകണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ചിലക്കരയിലും അത് ആപ്ലിക്കബിളാണ്. അപ്പോൾ ഒരു വിഷമം പറഞ്ഞ സ്ഥിതിക്ക് കമന്റുകൾ പോരട്ടെ. നോ കമന്റ്സ്, നോ കമന്റ്സ്. കമന്റ് വന്നിട്ടും കാര്യമൊന്നുമില്ല. പാലക്കാട്ട് അന്നത്തെ സീനിൽ സന്ദീപ് വാര്യരെയും കൂടെ കുത്തിക്കൊള്ളിച്ചപ്പോഴുള്ള അവസ്ഥ ഒന്ന് കണ്ടുനോക്കി. അതിനിടയിൽ ചാണ്ടി ഉമ്മനെയും കൂടെ നിർത്തിയെന്നെങ്കിൽ എവിടെ കൊള്ളിക്കും. ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. അപ്പൊ മാറ്റല് കരുതിക്കൂട്ടുള്ള മാറ്റലാണ് എന്ന്. അപ്പൊ കമന്റ് നിർബന്ധമായിട്ടും വേണം. എന്ത് വിമർശനമാണ് ഒരു കാര്യമില്ലാന്നാണെങ്കിൽ നിങ്ങൾ ചില്ലറക്കാരനല്ലാന്നൊന്ന് കാണിച്ചു കൊടുക്കും. ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് കമന്റ് പോന്നോട്ടെ. അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. കേട്ടില്ലേ? അവിടുത്തെ ജയത്തിൽ മാത്രമേ മൂപ്പർക്ക് ഉത്തരവാദിത്തമുള്ളൂ. ജയിക്കാൻ വേണ്ടി ആളെ കൂട്ടാത്ത പരാതിക്കൊക്കെ KPCC മറുപടി പറയുന്നു. അതിനകത്ത് KPCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല. അപ്പൊ എന്നാ ഇതിന്റെ മറുപടി പോരട്ടെ. അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. അപ്പൊ KPCC മറുപടി പറയട്ടെ എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പത് പറയണു എല്ലാവരും പറയണതിന് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ലാന്ന്. അപ്പൊ ഈ KPCC പറയണ മറുപടി അത്ര കാര്യമില്ലാത്ത കാര്യത്തിനാണെന്നാണോ മനസ്സിലാക്കണ്ടേ? ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് പോണ്ടേ? രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ശരി. ഇത് രണ്ടിലും ഇല്ലാത്തവരഭിപ്രായം എന്താ? ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അന്വേഷിക്കണ്ടേ? അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. അപ്പൊ ഈ വിഷയത്തില് ചാണ്ടി ഉമ്മന് അനുകൂലമായിട്ട് കമന്റ് പറയുന്നവരും ഉണ്ട്. നോ കമന്റ്സ്, നോ കമന്റ്സ്. അല്ല, ഇതിപ്പോ ചാണ്ടി ഉമ്മന് മാത്രം ചുമതല കൊടുത്തില്ല എന്നാണോ അതോ ബാക്കിയുള്ള എല്ലാവർക്കും അന്ന് കൊടുത്തിരുന്നോ? എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട്ട് ആരെങ്കിലും ഒന്ന് വന്ന് വിശദീകരിക്കണാക്കണം നല്ലത്. മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല. അദ്ദേഹം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ചുമതല അദ്ദേഹത്തിന് നൽകിയതായിട്ട് അറിയില്ല. അപ്പൊ പ്രത്യേക ഒരു ചുമതലയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല ചെന്നിത്തല സാറ്. എല്ലാ MLA മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതായത് MLA എന്നുള്ള നിലക്ക് മൂപ്പരൊന്ന് വന്നു പോയിന്ന്. അപ്പൊ ചെന്നിത്തല പറഞ്ഞതുപോലെയല്ല ശ്രീകണ്ഠൻ പറയണത്. ശ്രീകണ്ഠൻ പറഞ്ഞത് വേറെ ഒന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അല്ല, ഇതിപ്പോ എന്താ ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിനിറങ്ങാൻ കാരണം? അല്ല, അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ വന്നവരല്ലേ. അപ്പൊ ഈ വഴി കൂടെ തന്നെയാണോ എല്ലാരും വരുന്നത്? എന്റെ മിഷൻ വേറെയാ. ആ മിഷന് എങ്ങനെയാണ്? ആർക്കെങ്കിലും അത് എവിടെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ലീഡർ K കരുണാകരന്റെയും അതുപോലെ തന്നെ എൻ്റെ പിതാവിനോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചവർ അവർ പലരും തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? അല്ല, എന്താ പ്രശ്നം? എന്താ? മൂപ്പരിതൊന്നും അറിഞ്ഞിട്ടില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഈ KPCC പ്രസിഡന്റിനെ മാറ്റണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതെന്താ അങ്ങനെ? മാറ്റണ്ടെങ്കിൽ മാറ്റണ്ട, പക്ഷെ ഒരു ചർച്ച പോലും വേണ്ടെന്ന് പറയാന് മൂപ്പരങ്ങൾക്ക് അത്രക്ക് അങ്ങോട്ട് ബോധിച്ചോ? അദ്ദേഹം പ്രസിഡന്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പൊ സുധാകരേട്ടനെ മാറ്റാൻ വേണ്ടിയിട്ട് ആരും വെള്ളം കാച്ചണ്ടെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായത്. അല്ല, അപ്പൊ നിങ്ങളെ പാലക്കാട്ടെ പരാതിയിലേ വേണ്ട മറുപടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണല്ലോ സതീശേട്ടൻ പറഞ്ഞത്. ഈ മറുപടി കിട്ടിയില്ലെങ്കിൽ എന്താ പരിപാടി? തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഞാൻ KPCCയുടെയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെയൊക്കെ വേണ്ടി വന്നാൽ ശ്രദ്ധപ്പെടുത്തും. ശ്രദ്ധ തിരിച്ചിട്ടും ശ്രദ്ധ കൊടുക്കാത്തവരുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ചാണ്ടി ഉമ്മനെ വരും ദിവസങ്ങളിൽ കാണുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു.